Good morning, all. Good morning, Miss. Good morning, ma'am. Good morning. Good morning, Miss. Good morning. Okay, how are you all? Sudhano, Fine. Fine, ma'am. fine. എന്തൊക്കെയാണ് ആക്റ്റീവ് ആണോ അല്ലെ ക്ലാസ് കഴിഞ്ഞതിന്റെ ക്ഷീണമാണോ? ഒന്നും കിട്ടുന്നില്ല. ഓക്കെ. എന്താണ് ആക്റ്റീവ് ആണോ എല്ലാവരും? റെഡിയാണോ? Yes, ma'am. Ready, Miss. റെഡിയാണ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് എന്തോ ഇത് വെച്ച് ഓഫായി പോയതാണ്. ഓക്കെ. ഓർക്കുന്നുണ്ടോ? Okay, ഓർക്കുന്നുണ്ട് ma'am. അപ്പൊ ഞാൻ പറഞ്ഞ ഹാബിറ്റ് എന്താണ്? ഫോളോ ചെയ്തോ ആരെങ്കിലും? ഇല്ല. വെരി ഗുഡ്. ഓക്കെ, നമ്മള് ഇൻ ഓൺ ആറ്റ് ഇൻ ഓൺ ആറ്റ് സീൻസ് 4 എത്രയല്ലേ എടുത്തോളൂ? ആണോ? പ്രപ്പോസിഷൻ ഇൻ ഓൺ ആറ്റ് സീൻസ് 4 അതുവരെ എടുത്തിട്ടുള്ളൂ. യെസ്. ഡ്യൂറിങ് ഞാൻ പറഞ്ഞോ? ഡ്യൂറിങ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് എഴുതാം. ഡ്യൂറിങ് ഡ്യൂറിങ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പീരീഡ് ആണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ഒരു പീരീഡ് അല്ലേ? ഒരു ടൈം ഒരു കറക്റ്റ് ഒരു ടൈം പറയുന്നുണ്ട് അല്ലെ? ടൈം ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ 11:30 to 12:30 അത് ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ഒരു ടൈം പീരീഡ് ആണ് അല്ലെ? അതേപോലെ തന്നെ ഒരു നമ്മുടെ ഫിലിം കാണാൻ പോകും. ആ ഫിലിമിനും ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. 2 hour ആണ് ടൈം വരുന്നത് അല്ലെ? ഇനിയിപ്പോ എന്താണ് പ്രഗ്നൻസി ആണെങ്കിലും ഒരു കാലഘട്ടമാണ് അല്ലെ? ഒരു പീരീഡ് ആണ്. 1 month to 9 month വരെ ഉള്ള പ്രഗ്നൻസി ഒരു കാലയളവാണ് അല്ലെ? സോ ഇതിനെല്ലാവരും നമ്മൾ പറയുന്ന കാലഘട്ടം എന്ന് പറയും, പീരീഡ് എന്ന് പറയും, സെറ്റ് ഓഫ് പീരീഡ് ആണെന്ന് പറയും, സെറ്റ് ഓഫ് ടൈം ആണെന്ന് പറയും. ഇതെല്ലാം പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാലഘട്ടമാണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയും. അപ്പോ ആ നടക്കുന്ന ആ കാലഘട്ടം, സെറ്റ് ഓഫ് പീരീഡ്, ആ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഒരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോ ഐ ഹാവ് ഐ ആം റൈറ്റിംഗ് ദിസ് നോട്ട്, അല്ലെങ്കിൽ ഐ റോട്ട് നോട്ട് ഇംഗ്ലീഷ് നോട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐ റോട്ട് നോട്ട്സ് ഡ്യൂറിങ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയാം. ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ നോട്ട് എഴുതി എന്നൊരു മീനിങ്ങിലാണ് അത് വരാം. Then I felt cravings during my pregnancy എന്ന് പറയാം. I felt cravings during my pregnancy. എനിക്ക് പ്രഗ്നൻസി ആ ടൈമിൽ എനിക്ക് ഒരുപാട് ക്രേവിങ്സ് തോന്നിയിരുന്നു ഡ്യൂറിങ് പ്രഗ്നൻസി. അതുപോലെ തന്നെയാണ് ഇപ്പോ he fell asleep during the film, അല്ലെങ്കിൽ he fell asleep during watching the film. മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങി എന്നൊരു മീനിങ്ങിലാണ്. ആ ടൈമാണ് പെർട്ടിക്കുലർ, ആ ടൈമിലാണ്. ടീച്ചറിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിയാണ്ട് നമുക്ക് പുറത്തിറങ്ങാനില്ലെന്നല്ല, പക്ഷെ ആ ടൈം പീരീഡിൽ നടക്കുന്ന സംഭവങ്ങളാണ്. മൈ ബേബി എന്താണ്, മൈ ബേബി വാസ് ക്രൈയിങ് ഡ്യൂറിങ് ദ മൂവി എന്ന് പറയാം. അവള് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മൂവി ടൈമിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പൊ ഇത് ഒരു പീരീഡിൽ നടക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്, എക്സാമിന്റെ ടൈമിൽ നീ സംസാരിക്കാൻ പാടില്ല. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക് എന്ന് പറയാം. അപ്പോ ഒരു ടൈമാണ്, ആ ടൈമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണ്. ഓക്കെ, സോ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എല്ലാവരും എഴുതൂ. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക് എഴുതിക്കോളൂ. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്. എക്സാം എന്ന് പറയുന്നത് ഒരു ടൈം ഉണ്ട്, അല്ലെങ്കിൽ 3 hours ആണ്. അപ്പൊ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 10 AM to 1 PM അല്ലെ? ആ ടൈമിലായിരിക്കും എക്സാം.
ഏതൊരു ടൈം സെറ്റ് ഓഫ് ടൈം ഉണ്ട്. അപ്പൊ during the exam you can speak പറയാം. Then I take notes during the class. I take notes during the class. ഒന്നും കൂടി പറയോ മാം? I take അല്ലെങ്കിൽ I write notes എന്ന് പറഞ്ഞാൽ മതി. I write notes during the class. ആദ്യത്തേത് during the exam you can't speak. Can't ആണ് cannot ഷോർട്ട് ഫോം ആണ് can't. You can speak. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി എഴുതാട്ടോ. Next, he fell asleep during the movie. During the movie. During watch movie എന്ന് പറയാം. During the movie. He fell asleep during the movie. We visited London during our vacation. Sorry, our holidays. Okay. Yeah, but during in the preposition clear ആയല്ലോ. So let's make the examples. Examples create ചെയ്യൂ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. എക്സാമ്പിൾസ് എല്ലാവരും പറയുന്ന എക്സാമ്പിൾസ് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കാം. ഓക്കെ, okay, so let's create examples. Then send me. Okay, send you എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ, എക്സാമ്പിൾസ് പറയൂ. We wear cotton clothes during summer. Okay, we wear cotton clothes during summer. Okay, next. We wear woolen clothes during winter. അതും പറയാം. Okay. ഓക്കെ, അടുത്ത എക്സാമ്പിൾ പറയൂ. ഇതാണ് സ്ട്രോങ് ആണല്ലോ ക്ലാസ്. She went to the hospital during night. She went to the hospital during night. എന്താണ് ഉദ്ദേശിച്ചത് അവിടെ? രാത്രിയിൽ അവൾ ഹോസ്പിറ്റലിൽ പോയി എന്നാണോ? അങ്ങനെയാണെങ്കിൽ she went to the hospital at night എന്ന് പറയുന്നല്ലേ നല്ലത് അല്ലേ? I got a message during the meeting. Okay. The hotel is open during the day. Yeah. Next. എന്താണ് നിങ്ങൾ ഓരോരുത്തരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടില്ലേ? എക്സാമ്പിൾസ് നമ്മൾ ഓരോന്ന് നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാക്സിമം എല്ലാവരും ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം.
അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ചിലപ്പോൾ ഇതിന് പ്രസന്റേഷൻ ഉണ്ടാകും, ചിലപ്പോൾ ഇൻട്രാക്ഷൻ ഉണ്ടാകും. എന്തായാലും എല്ലാത്തിനും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. പേടിയാണ്, ടെൻഷനാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം മാറ്റണം. ഓക്കെ, റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ ഹോട്ടൽ മാറ്റി റെസ്റ്റോറൻറ്റ്. ഓക്കെ, even to abroad during summer vacation. Okay. Next. Yeah. Okay. So moving on, the next preposition is by. That is by ആണ്. Okay. By എന്ന് പറയുന്ന preposition ആണ്. നമ്മൾ by യൂസ് ചെയ്യുന്നത് travel, communication എഴുതിക്കോളൂ കേട്ടോ. by എന്ന് പറയുന്ന preposition നമ്മൾ യൂസ് ചെയ്യുന്നത് travel, communication, method of payment, method of payment, method of payment, then time. Okay, by using the travel, communication, method of payment, time. എന്നീ സ്ഥലങ്ങളിലാണ് നമ്മൾ by എന്ന് പറയുന്ന preposition യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ട്രാവൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻ ഓൺ എന്ന് പഠിച്ചപ്പോ അതില് കാറിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർ എന്ന് പറഞ്ഞു. പിന്നെ ബസ്സിലാണെങ്കിൽ ആം ഓൺ ദ ബസ് എന്ന് പറഞ്ഞു. ട്രാവൽ, നമ്മൾ ട്രാവൽ ചെയ്യില്ലേ. ഇപ്പോ ഞങ്ങൾ വന്നു, അപ്പൊ അവര് വന്നത് ടാക്സിയിലാണ് എന്ന് പറയണമെങ്കിൽ they came here by taxi എന്ന് പറഞ്ഞാൽ അവരിവിടെ വന്ന് ടാക്സിയിലാണ്. they came here by taxi എന്ന് പറയണം. വരിക ട്രാവൽ ആണ്. അപ്പൊ ട്രാവൽ ത്രൂ, എന്ത് ത്രൂ ആണ്. ഇപ്പോ കമ്മ്യൂണിക്കേഷൻ എന്തിലൂടെയാണോ, ഇത് ത്രൂ വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ത്രൂ വഴിയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഇതെല്ലാം പറയുന്നത് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തു എന്ത് ത്രൂലാണ്, അതിന് എന്തോ ആയിക്കോട്ടെ, അതിൽ ലാർജോ സ്മോളോ അങ്ങനെ ഒരു വെഹിക്കിൾ ഒന്നും ഇല്ല. ഏത് വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, they went by bus, അല്ലെങ്കിൽ they went by train എന്ന് പറയാം. I will go by car എന്ന് പറയാം. Okay, so write the examples. They came by taxi. They came by taxi. They went by bus. They went by bus. I will go by car. I will go by car. Okay, ഇങ്ങനെയൊക്കെ നമുക്ക് ട്രാവൽ വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ടാക്സിയിലാണ് ഞങ്ങൾ വന്നത്, ദെൻ ഞങ്ങൾ പോയത് ബസ്സിലാണ്, ഞങ്ങൾ പോകുന്നത് കാറിലാണ്. സോ ട്രാവൽ അല്ലേ, കാർ ത്രൂ ആണ് ഞങ്ങൾ പോകുന്നത്, ബസ് ത്രൂ ആണ് പോകുന്നത്, ടാക്സി ത്രൂ ആണ് പോകുന്നത്. സോ ത്രൂ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ത്രൂ ആണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത്, ആ രീതിയിലാണ് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഐ സ്പോക്ക് ടു ഹിം ബൈ ഫോൺ. I spoke to him by phone എന്ന് പറയാം. അതിപ്പോ എന്തും ആയിക്കോട്ടെ, ഫോൺ ആകാം, മെയിൽ ആകാം, നമ്മൾ എന്തൊക്കെ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് മെയിൽ ഉണ്ട് അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ മെയിൽ ആകാം, പോസ്റ്റ് ആകാം, ഫോൺ ആകാം, എന്ത് വഴി വേണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സോ പറയുമ്പോ I spoke to her by phone അല്ലെങ്കിൽ by mail എന്ന് പറയാം. Okay, then method of payment, we paid by cash എന്ന് പറയാണ്. ഞാൻ ക്യാഷ് ആണ് കൊടുത്തത്, ഞാൻ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തത്. we paid the bill by cash എന്ന് പറയാം. by cash നമ്മൾ ഒരുപാട് മെത്തേഡ് നമുക്ക് ഉണ്ട് ഇപ്പോ അല്ലെ. ക്യാഷ് അല്ലാതെ ഒരുപാട് മെത്തേഡ്, ചെക്ക് വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാം, GP വഴി പേയ്മെന്റ് ചെയ്യാം, അക്കൗണ്ട് ത്രൂ നമുക്ക് പേയ്മെന്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാതെ. അപ്പോ
അങ്ങനെയും നമുക്ക് മെത്തേഡ് ഓഫ് പേയ്മെന്റിൽ ബൈ യൂസ് ചെയ്യാനാണ്. We paid the bill by cash. Yeah, I paid my hospital bill by GPay. I listened music by phone. Yeah. അപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് മെത്തേഡ് ഓഫ് പേയ്മെന്റിൽ നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ടൈം ആണ്. ടൈമിൽ വരുന്നത് നമുക്ക് ലാസ്റ്റ് സ്റ്റേജ്, ഒരു എന്ത് കാര്യത്തിനും ഒരു ലാസ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ പോലും ഒരു ലാസ്റ്റ് സ്റ്റേജ് ഉണ്ട് അല്ലെ. അപ്പോ അതിന് മലയാളം വരുന്നത് ഇപ്പൊ ടൈം ആണെങ്കിൽ 11 മണി എന്ന് പറഞ്ഞ ടൈം ആണെങ്കിൽ 11 മണിയോടുകൂടി, മനസ്സിലായോ, 11 മണിയോടുകൂടി അല്ലെങ്കിൽ നാളെയോടുകൂടി എന്ന് പറയും. ബൈ ടുമാറോ അല്ലെങ്കിൽ ബൈ വെനസ്ഡേ എന്നൊക്കെ പറയില്ലേ. അപ്പൊ നാളെയോടുകൂടി അല്ലെങ്കിൽ ബുധനാഴ്ചയോടുകൂടി ബൈ 12 o'clock എന്ന് പറയാം. ബൈ 12 o'clock, അതും 12 മണിയോടുകൂടി. അപ്പൊ നമുക്ക് ബൈ ടുമാറോ പറയാം, ബൈ 11 AM പറയാം, ബൈ 12 o'clock എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ വരുന്നത് എൻഡിങ് ഡേറ്റ് ആണ് വരാം, അതായത് ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് ബൈ എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലീസ് സെൻഡ് us the mail payment, സോറി മെയിൽ അല്ല പേയ്മെന്റ് ആണ്, payment by tomorrow. Please send us the payment by tomorrow. ഇതാണ് നാളെയോട് കൂടി പേയ്മെന്റ് അയക്കണം എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Trust will vacate the room by 11 AM. The guest will vacate the room by 11 AM എന്ന് പറയാം. 11 മണിയോട് കൂടി അവര് ഗസ്റ്റ് അവരുടെ റൂം വെക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. The admission will close by tomorrow 10 AM. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ രീതിയിലൊക്കെയാണ് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. അണ്ടർസ്റ്റുഡ് ആണോ? ക്ലിയർ ആണോ? പറയൂ. Clear ആണ്. Okay, let's make the examples used with the preposition by. Okay. ഞാൻ പ്രപ്പോസിഷൻ എടുക്കുന്നത് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? 30+ സ്റ്റുഡൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം കേട്ടോ. അയ്യോ ഈ മിസ് എന്ന് വിചാരിക്കും എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. അതൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരും. ഓക്കെ, program will start by 9 AM. 11 മണിയോട് കൂടി program start ചെയ്യും. Correct ആണ്. Then അടുത്ത എക്സാമ്പിൾസ് പറയൂ. എന്താണ് ഇത് ആരൊന്നും പറയാതെ? നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഇത് പറയോ. I pay the hospital bill by credit card. Okay.
The shop closed by 10 p.m. The next class will start by 2 p.m. I went to the airport by taxi. Yes, correct, Anna. I went beach by car. Yeah. I went to beach, Anna. I went to the beach by car. Two. You planned a trip by train. Yeah, good. By the time I arrived, they had already left. Yeah. We can enjoy a trip. By boat. We can enjoy the trip by boat. Yeah, correct. She will come to the home by 6 p.m. Yeah, correct, Anna. Okay, yeah. Any examples I couldn't know? Okay, so the next preposition is between. 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 Between meaning idayil ennaanu. Idayil. For രണ്ട് ചുമരുകൾക്കിടയിൽ. I'm standing between two walls എന്ന് പറയും. രണ്ട് വാളുകൾക്കിടയിൽ. I'm standing between two boys എന്ന് പറയാം. രണ്ട് boys ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഇടയിൽ എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് between നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, for examples എല്ലാം എഴുതാം. ഇപ്പൊ പറയും between us he is more active എന്ന് പറയും. He is more active. He is in our spelling mistake in the dog. Between us, ഞങ്ങൾക്കിടയിൽ അവനാണ് കുറച്ചുകൂടി ആക്റ്റീവ്. He is more active between us. അല്ലെങ്കിൽ between the devil and the sea. നമ്മൾ മിക്കതും പറയുന്നത് കേൾക്കാറുണ്ട്. ഞാൻ ചെറുത്താനും കടലിലും കഥക്കാണ്. Between the devil and the sea. Okay, ഇനി നമ്മൾക്കിടയിൽ മാത്രം ഈ സീക്രട്ട് സൂക്ഷിക്കണം എന്ന് പറയില്ലേ, കീപ് ചെയ്യണം. Just keep the secret between us. Just keep this the secret between us എന്ന് പറയും. Okay, ഇനി ഒരു ഇയർ ഒക്കെ ആണെങ്കിൽ ഇവിടെ ന്യൂയോർക്ക് between 1998 and 2003 ആ ഒരു വർഷത്തിനിടയിൽ ഞങ്ങൾ ന്യൂയോർക്കിലാണ് താമസിച്ചത്. ആ ഒരു മീനിങ് ആണ് അവിടെ വരാം. ഇനി ഏജ് പറയാൻ പറ്റും. ഏജ് പറയണമെങ്കിൽ a child develops rapidly between the ages of 13 and 16. 13-16 വയസ്സിന്റെ ടൈമിലാണ് കുട്ടികൾ നന്നായിട്ട് പെട്ടെന്ന് ഗ്രോ വരുന്നത്. അവരുടെ ഡെവലപ്സ് എല്ലാം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ആ ഒരു ഏജിലാണ്. അപ്പൊ ഇടയിൽ എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ എന്താ ഈ പറയുന്ന between എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? എക്സാമ്പിൾസ് ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ എം സിറ്റിംഗ് ബിറ്റ്വീൻ മൈ ചിൽഡ്രൻ. അത് ഇപ്പോ കറന്റ്ലി നടക്കുന്ന സംഭവമല്ലേ, ആണോ? ഐ എം സിറ്റിംഗ് ബിറ്റ്വീൻ മൈ ചിൽഡ്രൻ. ഓക്കെ, യെസ്. ദെൻ അതേപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒന്ന് ചിന്തിക്കാം.
ഒരു സെന്റൻസ് പോലും മേക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞവർ പോലും അങ്ങനെ സെന്റൻസ് മേക്ക് ചെയ്യും. അവർക്ക് ആ ടൈമിൽ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, ക്രിയേറ്റ് ചെയ്യാം. ശരിക്കും ഇതൊക്കെ പറയേണ്ടതാണ്, പറയണം. കാരണം ടൈപ്പ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അത് ടൈപ്പ് ചെയ്യുമ്പോൾ ക്ലിയർ ആണ്. പക്ഷെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. കാരണം ടൈപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് സംസാരിക്കുന്നത് അത്ര എളുപ്പമല്ല. You should arrive between 9 and 10 o'clock. ഓക്കെ, അപ്പോ ഇന്ന് നമ്മളെ 3 പ്രപ്പോസിഷൻ എടുത്തിരുന്നു. ഏതൊക്കെയായിരുന്നു? ഡ്യൂറിങ്, ബൈ, ബിറ്റ്വീൻ. ഈ 3 പ്രപ്പോസിഷൻ നമ്മൾ എടുത്തിരുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഞാൻ എടുത്തത്? പ്രപ്പോസിഷന്റെ ക്ലാസ് ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആയവര് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? What we explained in today's class, can anyone explain it for them? There are no issues in the families. Yeah, that's it. Okay, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഏതാണ്? പ്രപ്പോസിഷൻ ആണ്. സോ ഒന്ന് ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആരെങ്കിലും? Yeah, സ്മിത പറയൂ. മാം ഇന്നെടുത്തത് ഫസ്റ്റ് ഡ്യൂറിങ് ആണ് എടുത്തത്. ടൈം പീരീഡ് അതിലാണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. അങ്ങനെ അതായത് ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്. ഐ റോട്ട് നോട്ട്സ് ഡ്യൂറിങ് ദ ക്ലാസ്. അതായത് ഒരു പ്രത്യേക സമയത്തിൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ വി വിസിറ്റഡ് ലണ്ടൻ ഡ്യൂറിങ് അവർ ഹോളിഡേയ്സ്. ഹോളിഡേ ടൈമിൽ ഞങ്ങൾ ലണ്ടൻ വിസിറ്റ് ചെയ്തു ആ കാലയളവില്. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. I got a message during the meeting. He fell asleep during the movie. ഒരു പ്രത്യേക ടൈമില്, ഒരു പ്രത്യേക സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബൈ, നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ആണ് ബൈ. ബൈ യൂസ് ചെയ്യുന്നത് അറ്റ് ദ ടൈം ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം, ഇതൊക്കെ വരുമ്പോൾ ബൈ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ദേ കെയിം ഹിയർ ബൈ ടാക്സി, ദേ വെൻ ബൈ ബസ്, ഐ വിൽ ഗോ ബൈ കാർ. അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യുമ്പോൾ, പേയ്മെന്റിന്റെ ടൈമിൽ, അതായത് നമ്മൾ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം ചെയ്യുന്നത് നമ്മൾ വീടുകളിൽ തന്നെ ഇരുന്ന് നമുക്ക് തന്നെ പേയ്മെന്റ് ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് പറയാം വി പെയ്ഡ് ദ ബിൽ ബൈ ജിപേ, അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി പെയ്ഡ് ദ ബിൽ ബൈ ക്യാഷ്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പറയുന്ന സമയത്ത് ഐ സ്പോക്ക് ടു ഹെർ ബൈ ഫോൺ, അതിന് ബൈ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ടൈം, ബൈ ടുമാറോ, ബൈ 12 o'clock. പിന്നെ പ്ലീസ് സെൻഡ് us the payment by tomorrow. Guest will vacate the room by 11 AM. അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് പറഞ്ഞത് ബിറ്റ്വീൻ ആണ് പറയുന്നത്. ഇടയിൽ നിന്നുള്ള മീനിങ് ആണ് അതിൽ വരുന്നത്. അതിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്, ബിറ്റ്വീൻ us he is more active,
They lived in New York between 1998 and 2023. അങ്ങനെയൊക്കെ വരാം. അത് തന്നെ ഞാനൊരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കട്ടെ മാം. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. വി ഓൾ ഹാവ് നോ കണക്ഷൻ ബിറ്റ്വീൻ, അങ്ങനെയല്ല അല്ലെ, നമ്മൾക്കിടയില് ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതിന് എങ്ങനെ പറയുമ്പോ അതിന് ബിറ്റ്വീൻ us we have no ഡയറക്റ്റ് കണക്ഷൻസ്, അങ്ങനെയാണോ പറയാ? അതായത് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല എന്ന്, അതായത് ഇപ്പൊ ഈ സ്റ്റുഡൻസ് ഒക്കെ ഇല്ലേ, ഇതിനകത്തുള്ള ഒരു സ്റ്റുഡന്റുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പറയാൻ തോന്നുന്നല്ലേ? ബിറ്റ്വീൻ us we all have no direct connection എന്ന് പറയാം അല്ലേ? we have no connection between us. ഓക്കെ മാം, ഇതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആരാ പറയാ? സുമി, കുറെ പേര് ലെഫ്റ്റ് ആവും. പറയിപ്പിക്കാൻ നോക്കുമ്പോ കുറെ പേര് ചെയ്തോണ്ടിരിക്കും. സുമി ഉണ്ടോ ക്ലാസ്സില്? ശില്പ കേൾക്കുന്നുണ്ടോ? ശില്പക്ക്, ഷഫീന, ക്ലാസ്സിലുണ്ടോ? യെസ് മാം. യെസ്, പറയൂ ഷഫീന. Can you explain it? ഓക്കെ മാം. ഇന്ന് പ്രപ്പോസിഷൻ ഡ്യൂറിങ് ആൻഡ് ബൈ, ബിറ്റ്വീൻ എന്നതിനെ കുറിച്ചാണ് എടുത്തത്. പിന്നെ ഡ്യൂറിങ് എന്ന് പറയുമ്പോൾ ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് ദ എക്സാം യു കനോട്ട് സ്പീക്ക്. അതിൻ്റെ എക്സാമ്പിൾ, ഐ റൈറ്റ് നോട്ട്സ് ഡ്യൂറിങ് ദ ക്ലാസ്. ഇഫ് ഐ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. പിന്നെ ബൈ ഉപയോഗിക്കുമ്പോൾ ട്രാവലിംഗ്, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ബൈ ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ്, ദ കം ബൈ ടാക്സി, പിന്നെ ദ പേ ബിൽ, ഐ പേ ദ ബിൽ ബൈ ക്യാഷ്, പിന്നെ ഷീ വിൽ കം ടു ദ ഹോം ബൈ 6 PM എന്നതിനൊക്കെ ബൈ ഉപയോഗിക്കുന്നു. പിന്നെ അടുത്ത പ്രൊപ്പോസിഷൻ ബിറ്റ്വീൻ, ഇടയിൽ എന്ന് പറയുമ്പോഴാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ, ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾ, ജസ്റ്റ് കീപ് ദ ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ടു സീ. പിന്നെ the leave New York between 1998 and 2023 എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. താങ്ക് യു മാം. നെക്സ്റ്റ് സച്ചിന. ക്ലാസ്സിലുണ്ടോ? റാലിഷ എന്നാണോ കറക്റ്റ്? റാലിഷ എന്നാണോ? ക്ലാസ്സിലുണ്ടോ? Can you hear me? Yeah. നിഷിത. No. നിമ്മി ഷിൻഡോ. Yes, ma'am. Yes, നമ്മൾ ഇന്ന് ക്ലാസ്സിലെടുത്തത് ഡ്യൂറിങ്, ബൈ, ബിറ്റ്വീൻ 3 പ്രൊപ്പോസിഷൻസ് ആണ്. ഡ്യൂറിങ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് പീരീഡ് ആണ്.
അതിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു സമയത്തിന്റെ പീരീഡിലാണ് നമ്മൾ ഡ്യൂറിങ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുമ്പോൾ ഡ്യൂറിങ് ദ എക്സാം യു കാൺ സ്ലീപ്പ്, പിന്നെ ഐ റൈറ്റ് നോട്ട് ഡ്യൂറിങ് ദ ക്ലാസ്, അങ്ങനെ ഡ്യൂറിങ് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തത് ബൈ ആണ് പറഞ്ഞത്. അതിൽ ട്രാവൽ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം, ഇതൊക്കെ വരുമ്പോഴാണ് ബൈ യൂസ് ചെയ്യുക. ട്രാവൽ ചെയ്യുമ്പോൾ കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഐ വിൽ ഗോ ബൈ കാർ. പിന്നെ ദേ കെയിം ബൈ ടാക്സി, ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ട്രാവലിന് ബൈ യൂസ് ചെയ്യുന്നു. പിന്നെ അടുത്തത് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ബൈ യൂസ് ചെയ്യാം. ഐ സ്പോക്ക് ടു ഹെർ ബൈ ഫോൺ, ഞാൻ അവളുമായി ഫോണിൽ സംസാരിച്ചു, അതൊക്കെ വരുമ്പോൾ ബൈ യൂസ് ചെയ്യുന്നു. പിന്നെ മെത്തേഡ് ഓഫ് പേയ്മെന്റ് വരുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത്, ബാങ്ക്, ക്യാഷ് ഓൺ ഡെലിവറി, അതൊക്കെ വരുമ്പോൾ ബൈ യൂസ് ചെയ്യുന്നു. ഹി പെയ്ഡ് ബൈ ദ ബിൽ, ഗൂഗിൾ പേ. പിന്നെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും പാട്ട് കേൾക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ബൈ യൂസ് ചെയ്യാം. ഐ ലിസൺ മ്യൂസിക് ബൈ ഫോൺ, അങ്ങനെയൊക്കെ വരുമ്പോൾ ബൈ യൂസ് ചെയ്യുന്നു. പിന്നെ ബിറ്റ്വീൻ വരുന്നത് ഇടയിൽ എന്നുള്ള മീനിങ് ആണ്. അതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്, ഞാൻ രണ്ട് ഭിത്തികളുടെ ഇടയിൽ നിൽക്കുന്നു. പിന്നെ ജസ്റ്റ് കീപ് ദ സീക്രട്ട് ബിറ്റ്വീൻ us, നമ്മളുടെ ഇടയിലുള്ള സീക്രട്ട് അങ്ങനെ തന്നെ സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ള മീനിങ്സിലൊക്കെ നമ്മൾ ബിറ്റ്വീൻ എന്നുള്ള പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നു. Okay, Nidhi. Yeah. Next, Nandu Vinod. Nandu, Vinnu Jose. Vinnu Jose. Leah Roy. Jiffy Joby. യെസ് മാം പറയാം. Yes. നമ്മൾ ഇന്ന് പഠിച്ചത് പ്രിപ്പോസിഷൻസ് ഡ്യൂറിങ്, ബൈ ആൻഡ് ബിറ്റ്വീൻ. അതിൽ ഡ്യൂറിങ് എന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം നടക്കുന്ന ഒരു ടൈം പീരീഡ്, സെറ്റ് ഓഫ് പീരീഡ്, ഡ്യൂറേഷൻ, അതിലൊക്കെയാണ് നമ്മൾ ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക് ആൻഡ് ഐ ഗോട്ട് എ മെസ്സേജ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. അങ്ങനെ ഒരു സമയം, ഒരു കാര്യം നടക്കുന്ന ഒരു ടൈം പീരീഡ് പറയാൻ ഡ്യൂറിങ് ഉപയോഗിക്കാം. വി വിസിറ്റഡ് ലണ്ടൻ ഡ്യൂറിങ് അവർ ഹോളിഡേ. നെക്സ്റ്റ് ബൈ എന്ന് പറയുമ്പോൾ ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തഡ് ഓഫ് പേയ്മെന്റ്, ടൈം, ഇതിനൊക്കെയാണ് ബൈ ഉപയോഗിക്കുന്നത്. ട്രാവൽ എന്ന് പറയുമ്പോൾ വെഹിക്കിൾസ്, അത് ലാർജോ സ്മോളോ ഏതായാലും ഉപയോഗിക്കാം. അതായത് ഐ വിൽ ഗോ ബൈ കാർ, ദേ വെന്റ് ബൈ ബസ്, ഐ വെന്റ് ടു ദ ബീച്ച് ബൈ കാർ. പിന്നെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴേക്കും ഐ ലിസൺ മ്യൂസിക് ബൈ ഫോൺ, ഐ ഇൻഫോംഡ് ഹെർ ബൈ മെയിൽ. അതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ബൈ ഉപയോഗിച്ച് പറയുന്നതാണ്. പിന്നെ മെത്തഡ് ഓഫ് പേയ്മെന്റ് വരുമ്പോഴേക്കും വി പേ ദ ബിൽ ബൈ ക്യാഷ്. ഇതൊക്കെ മെത്തേഡ് ഓഫ് പേയ്മെന്റിൽ വരും. ഐ പേ ദ ഹോസ്പിറ്റൽ ബിൽ ബൈ ഡെബിറ്റ് കാർഡ്. ഇതൊക്കെ പേയ്മെന്റിൽ നമ്മൾക്ക് ബൈയിൽ യൂസ് ചെയ്ത് പറയാവുന്നതാണ്. പിന്നെ ടൈം പീരീഡിൽ ബൈ ടുമാറോ, ബൈ 11 PM, ബൈ 12 o'clock. അതൊക്കെയെല്ലാം ടൈമിൽ ബൈ യൂസ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. എക്സാമ്പിള് ദി അഡ്മിഷൻ വിൽ ക്ലോസ് ബൈ ടുമാറോ, ഷീ വിൽ കം ടു ദ ഹോം ബൈ 6 PM. ഇതെല്ലാം ബൈ ഉപയോഗിച്ച് ടൈം പറയാവുന്നതാണ്. പിന്നെ അടുത്തത് ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇടയിൽ, അതായത് രണ്ട് വസ്തുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ രണ്ട് പേരുടെ ഇടയിൽ, അല്ലെങ്കിൽ രണ്ട് ടൈം പീരീഡിന്റെ ഇടയിലൊക്കെ ബിറ്റ്വീൻസ് ഉപയോഗിക്കാം. എക്സാമ്പിള് ഐ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്. പിന്നെ അടുത്തത് ബിറ്റ്വീൻ അസ് ഹീസ് മോർ ആക്റ്റീവ്. അടുത്തത് there are no issues between their families. ഇതൊക്കെയെല്ലാം ബിറ്റ്വീൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റിയ എക്സാമ്പിൾസ് ആണ്. Okay, Jiffy. Next, Aaron Newton. ഇത് പേര് പറയുന്നു, ഞാൻ മറന്നു. Yes, miss.
ഓക്കെ. ഇന്ന് പ്രൊപ്പോസിഷൻസ് എടുത്തത് ഡ്യൂറിങ് ബൈ പറഞ്ഞോട്ടെ മിസ്. പേരെന്തായിരുന്നു? പേര് അഖില. അഖില. ഓക്കെ, ഇന്ന് മിസ് പ്രൊപ്പോസിഷൻ എടുത്തത് ഡ്യൂറിങ് ബൈ ആൻഡ് ബിറ്റ്വീൻ ആണ്. ഡ്യൂറിങ് ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പ്രത്യേക കാലയളവിനെ ഡിനോട്ട് ചെയ്യാനാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് ദ മീറ്റിങ്ങിനിടയിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ക്ലാസിന്റെ സമയത്ത് ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഐ റൈറ്റ് നോട്ട്സ് ഡ്യൂറിങ് ദ ക്ലാസ്, during the exam you can speak, then I got a message during the meeting. അതിൻ്റെ എല്ലാം നമുക്ക് ഡ്യൂറിങ് ഉപയോഗിക്കാം. അടുത്ത പ്രിപ്പോസിഷൻ ബൈയുടെ യൂസേജ് ആണ്. ബൈ ഉപയോഗിക്കുന്നത് ഒരു ട്രാവൽ ചെയ്യുന്നതിനെ, കമ്മ്യൂണിക്കേഷനെ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈമിനെ ഡിനോട്ട് ചെയ്തിട്ടാണ് ബൈ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ദ കെയിം ബൈ ടാക്സി, അല്ല ഐ ലിസൺ മ്യൂസിക് ബൈ ഫോൺ, I will go by car. അതിനൊക്കെ നമുക്ക് ബൈ യൂസ് ചെയ്യാം. അടുത്ത പ്രിപ്പോസിഷൻ വരുന്നത് ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് ഇടയിൽ എന്നുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ. പിന്നെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 comes between 4 and 6 എന്ന് പറയാം. പിന്നെ ജസ്റ്റ് കീപ് സീക്രട്ട് ബിറ്റ്വീൻ അസ്, അതിനൊക്കെ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഇടയിൽ എന്നുള്ള അർത്ഥത്തിന് ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഓക്കെ അഖില. നെക്സ്റ്റ് എച്ച് ആരുടെ? എച്ച് ഒരു പ്രൊഫൈൽ നെയിം എച്ച് എന്ന് മാത്രമേ ഉള്ളൂ. ആരാണ്? ആരെങ്കിലും ഉണ്ടോ? എച്ച് എന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? പ്രൊഫൈൽ നെയിം എച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ചാന്ദ്നി. ചാന്ദ്നി എന്നൊരു പേര്. അനുമോൾ. അനുമോൾ വോഗീസ്. അൻസു. അൻസു സി ബി. യെസ് മാം. യെസ്, പറയൂ അൻസു. ഡ്യൂറിങ് പറയണ നമ്മളിപ്പോ 3 പ്രിപ്പോസിഷൻസ് ആണ് പഠിച്ചത്. ഡ്യൂറിങ്, ബൈ, ബിറ്റ്വീൻ. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്, ഐ ടേക്ക് ദ നോട്ട്സ് ഡ്യൂറിങ് ദ ക്ലാസ്, ഹി ഫെൽറ്റ് സ്ലീപ് ഡ്യൂറിങ് ദ മൂവി. പിന്നെ ബൈ വന്നിട്ട് ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, പിന്നെ ടൈം. I will go to car. They came by taxi. പിന്നെ between പറയുന്ന ഇടയിൽ. I am standing between 2 walls. Between. Okay, yeah, Ansu. Next, Amrita Kia. Amrita. Abdul Salam. ഓക്കെ മാം. ഇന്ന് പ്രിപ്പോസിഷനിലെ ഇന്ന് പഠിച്ചത് ഡ്യൂറിങ്, ബൈ, ബിറ്റ്വീൻ ആണ്. ഫസ്റ്റ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത് ഒരു സമയം, ഒരു കാലാവധിയാണ്. അതായത് ടൈം ഓഫ് പീരീഡ് ആണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി, ഡ്യൂറിങ് എക്സാം. എക്സാമ്പിള് ഐ റൈറ്റ് നോട്ട്സ് ഡ്യൂറിങ് ദ ക്ലാസ്. പിന്നെ ഡ്യൂറിങ് എക്സാം യു ക്യാൻ വീക്ക്. പിന്നെ ഹി ഫെൽ asleep ഡ്യൂറിങ് ദ മൂവി. പിന്നെ വി വിസിറ്റഡ് ലണ്ടൻ ഡ്യൂറിങ് അവർ ഹോളിഡേ. ഐ ടേക്ക് നോട്ട്സ് ഡ്യൂറിങ് ദ ക്ലാസ്. ഡ്യൂറിങ് ഒരു കാലഘട്ടം, കാലാവധി, അങ്ങനെയൊക്കെയാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ബൈ ഉപയോഗിക്കുന്നത് ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം. പിന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് ദേ കെയിം ബൈ ടാക്സി, വെൻ ടേക്ക് ബൈ ക്യാഷ്. നാളത്തോടു കൂടി, പിന്നെ ഇന്നലത്തോടു കൂടി നമുക്ക് യെസ്റ്റർഡേ, അതായത് ബൈ ടുമോറോ, ബൈ യെസ്റ്റർഡേ, അങ്ങനെയൊക്കെയാണ് ബൈ ഉപയോഗിക്കുന്നത്.
പിന്നെ പ്ലീസ് സെൻഡ് ദ പേയ്മെന്റ് ബൈ ടുമോറോ. ഡെക്കറേറ്റ് ദ റൂം ബൈ 11 PM. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് വിൽ ബൈ 5 PM. ഇങ്ങനെയൊക്കെയാണ് ബൈ യൂസ് ചെയ്യുന്നത്. പിന്നെ ബിറ്റ്വീൻ ആണ് അടുത്തത്. ബിറ്റ്വീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ നിന്നാണ് മീനിങ് വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ഓൾ. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് വിൽ ബി ബിറ്റ്വീൻ 9 AM to 10 AM. പിന്നെ ഇടയിലൊക്കെ ഇടയിൽ ഉപയോഗിക്കുന്നതിനുള്ള മീനിങ് ആണ് ബിറ്റ്വീൻ. ഇത്ര ഉള്ളത്. ഇത്ര മനസ്സിലായി. ഓക്കെ. ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രൊപ്പോസിഷൻ പറയുന്നവരുണ്ടായിരുന്നു. അത് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്ന ടൈമിൽ ഒരുപാട് പേര് ചെയ്തത്. പിന്നെ കുറച്ചു പേരൊന്നും പേര് വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞവര് എക്സ്പ്ലെയിൻ ചെയ്തവര് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ നൗ? Can you explain this proposition? പറയൂ. എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫീലിംഗ് ബെറ്റർ മാം. ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലായി. മാം ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ആണോ എന്ന് പറയുന്നത്? പറയൂ, എന്ത് തോന്നുന്നു? അല്ല, പറഞ്ഞപ്പോൾ ഒന്നുകൂടി മനസ്സിലായി. മാം ഞാനൊരു എക്സാമ്പിൾ ഇട്ടത് കറക്റ്റ് ആണോ എന്ന് പറയൂ. ഓക്കെ, ഉദ്ദേശിച്ചത് നൈബറും ഞാനും തമ്മിൽ കുറച്ച് അതിന്റെ ഇത് കറക്റ്റ് ആണോ? അത് ഞാൻ എഴുതിയേക്കുന്നത് എബൌട്ട് എന്നാണ്. എബൌട്ട് തന്നെ പറയാ. അതെ, ബൗണ്ടറീസിനെ കുറിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ, കറക്റ്റാ. ഓക്കെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താണ് കുറച്ചൊക്കെ ഫീൽ ബെറ്റർ ആയിട്ട് തോന്നി? കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എന്താണ് നിങ്ങൾക്ക് കുറച്ചൊരു ക്ലിയർ ആയിട്ട് തോന്നി അല്ലെ? കുറച്ച് ടെൻഷൻ മാറി, പേടി മാറി, കൂളായിട്ട് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കും. ടെൻഷൻ മാറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോ. കുറച്ചൊരു മനസ്സിലായി അല്ലെ? ഞാൻ കുറച്ചും കൂടി മനസ്സിലായി. ക്ലിയർ. ഓക്കെ, അപ്പോ കേട്ടല്ലോ, സംസാരിക്കാത്തത് കേട്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾക്ക് നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് എനിക്ക് ഇതിലൊന്നും ഒന്നും കിട്ടാനില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് മാറാനുണ്ട്. എങ്ങനെ സംസാരിക്കും തോറും നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് ഈ ക്ലാസ്സിൽ ഇരിക്കാൻ ഇൻട്രസ്റ്റ് വരും, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം വരും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ തെറ്റ് പറയുമ്പോൾ എനിക്ക് പിണങ്ങാനോ അതിനോ ഒന്നുമല്ല. ഓക്കെ, കുറേയൊക്കെ നിങ്ങൾ മാറാൻ ശ്രമിക്കാം. ആദ്യം ഇവരും പേടിച്ചു നിന്നവരാണ്. വിളിക്കുമ്പോ പറയണമല്ലോ, ഞാൻ സംസാരിക്കണമല്ലോ എന്നൊരു ടെൻഷൻ പറഞ്ഞവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് അവരിത് പറഞ്ഞപ്പോ എന്ത് തോന്നി? അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി അല്ലെ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ടെൻഷൻ മാറി. ഇനി അങ്ങോട്ട് എല്ലാ ക്ലാസ്സിലും ഇത് സംസാരിക്കും. മനസ്സിലായോ? സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്ന സാധനം കേൾക്കുന്നില്ല, അത് മാറി. ആ ട്രബിൾ അത് ഫേസ് ചെയ്തപ്പോ അത് നിങ്ങൾ മാറി അല്ലേ? ആണോ? ഓക്കെ, സോ എല്ലാവരും മാക്സിമം സംസാരിക്കാം. കേട്ടല്ലോ? മലയാളം ആദ്യം എന്നോട് സംസാരിച്ചാലാണ് നിങ്ങളുടെ ആ ഒരു പേടി മാറാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, മാറാൻ നോക്കാം. മലയാളം പറഞ്ഞ് ആ ഒരു പേടി മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ നേരത്തെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പറയും ഞാൻ ഒരുപാട് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ടീച്ചർമാർക്ക് പഠിപ്പിക്കുന്നവർ അവരുടേതായ കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ സോൺ വിട്ട് നിങ്ങൾ പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ എത്ര ഇംഗ്ലീഷ് കോഴ്സും എന്ത് കോഴ്സും ചെയ്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഈ ക്ലാസ്സിലായാലോ? അതെ, എന്റെ ക്ലാസ് നിങ്ങൾ കേട്ടു, ശരി, നോട്ട്സ് എഴുതി എടുത്തു, ഓക്കെ, കോഴ്സ് കംപ്ലീറ്റ് ആയി. പറഞ്ഞു എനിക്ക് ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്നിട്ട് എനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുള്ളൂ. അത് നിങ്ങൾ തന്നെ ചെയ്യണം.
ഞാൻ പറഞ്ഞില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് പറയുന്നതിനും ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇവിടുന്ന് കാണുമ്പോ കുറച്ച് പ്രൊഫൈലിനും കാണാം, കുറച്ച് പ്രൊഫൈൽ പിക്ക് കാണാം, അത്രയേ ഉള്ളൂ. ബാക്കി ഇപ്പൊ ഞാൻ വിളിച്ചവർ ക്ലാസ്സിൽ ഉണ്ടോന്ന് പോലും എനിക്കറിയാം. ചിലപ്പോ എന്താണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ചിലപ്പോ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകാം, അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ക്ലാസ്സിലുണ്ടോ, ക്ലാസ് കേൾക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ ഇരിക്കുന്ന ക്ലാസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, ചാന്ദിനെ ഞാൻ വിളിച്ചു, പക്ഷെ ചാന്ദിനി റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞാൻ അവരോട് ദേഷ്യപ്പെട്ടല്ല പറയുന്നത്, നിങ്ങൾ മാറാൻ നോക്കാം, അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കില്ല, ഉറപ്പാണത്. നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഞാൻ. പേടിച്ചൊക്കെ മിണ്ടാതിരുന്ന എത്രയോ ക്ലാസ് ഉണ്ടായിരുന്നു അതെനിക്ക്. പക്ഷെ മാറിയാല് നിങ്ങൾ വിചാരിക്കുന്ന അതിലും നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി പറയാണ്. അതിപ്പോ അത്രയും നിങ്ങൾക്ക് അതിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ സംസാരിച്ചവരെ, ഞാൻ ക്ലാസ്സിൽ വന്ന കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, പക്ഷെ ഇപ്പൊ സംസാരിച്ചവരോട് ചോദിച്ചു നോക്കി, അവർക്കിപ്പോ എന്താണ്, അവർക്കിപ്പോ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു നോക്കി, അത് കറക്റ്റ് ആയിട്ട് പറയും കാര്യം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം. എല്ലാ ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല, ആക്റ്റീവ് ആണോ? അപ്പോ ഒന്ന് ആരെങ്കിലും അത് ഹാൻഡിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടല്ലോ, നിങ്ങളൊന്ന് പറയാ. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ സംസാരിച്ചവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു പേടി ഇങ്ങോട്ട് മാറ്റാം, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഗ്രൂപ്പിലോ ഒന്ന് ഇൻഫോം ചെയ്യുക, എല്ലാവരോടും കൂടി ഒന്ന് പറയാം. കാരണം നിങ്ങളെല്ലാം ഫ്രണ്ട്സ് അല്ലേ. എനിക്ക് എന്നെ സംബന്ധിച്ചൊന്നും എന്റെ സ്റ്റുഡൻസ് ആണ്. നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ പറയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ അത്രയും ആഗ്രഹത്തോട് കൂടി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ ഒന്നും അറിയാണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ശരിയാകുമോ? ഒന്ന് ആലോചിച്ചോക്കെ. നിങ്ങള് എത്ര വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്, എന്നിട്ടും ഒന്ന് മനസ്സിലാവാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഞാൻ പറയേണ്ടത് മാക്സിമം പറയുന്നുണ്ട്. ഇനി നിങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞുതരാം, ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലാസ്സിൽ കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ ആണ്. അതെ മാം. ഗ്രൂപ്പിലൂടെ എല്ലാവരോടും പറയും. കുറെ പേര് ഞാൻ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ട്. നിങ്ങളാണ് എന്റെ സ്ഥാനത്തിന്, നിങ്ങൾ എന്താ ചെയ്യാ, നിങ്ങൾ എന്താ പറയാ അവരോട്? മാം, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അത് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവണം. അല്ലാതെ കുറച്ച് നോട്ട്സ് എഴുതിയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ സംസാരിക്കാൻ തന്നെ തയ്യാറാവണം. അതെ കേട്ടോ. ചാനലിന്റെ ഗ്രൂപ്പിൽ അടയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യും കേട്ടോ. അപ്പൊ സംസാരിക്കണം, എന്തായാലും സംസാരിക്കണം. മലയാളം പോലും സംസാരിക്കുന്നില്ല, പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക, അതാണ് ഒരു ടെൻഷൻ. മലയാളം പോലും എന്നോടൊന്നും മിണ്ടാനൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ കുറച്ചു പേര് മാത്രം ഓക്കെ മിസ്, സുഖാണ് മിസ് എന്ന് പറയും. ആ സുഖാണെന്ന് പറയണമെങ്കിൽ തന്നെ ആ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണ്ടേ, അതുപോലും പറ്റില്ല. അതിൽ പോലും ചിലപ്പോ പറഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ ഓർത്തൊരു ടെൻഷൻ. അതൊക്കെ മാറ്റാം. ഇത്രയും കംഫർട്ടബിൾ ആയിട്ട്, ഇത്രയും ഫ്രീ ആയിട്ട്, ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരിക്കലും സ്ട്രിക്റ്റ് അല്ല ആണല്ലോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇൻഫോം ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരോടും കൂടി പറയാം. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, നമുക്ക് വൈൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Class. Okay. Thank you all. See you on the next class. Bye. Thank you, ma'am. Thank you. Thank you. Thank you, miss.